നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി ഇതാരാ? യോ എന്റെ അമ്മേ, ഇതോ കൊഷണ്ടിത്തിന്റെയാണല്ലോ. ഈ കാലം എന്താ ഈ നേരത്ത്? എടുത്തില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് കയറി വരും. എടുക്കാം. ഹലോ അളിയ, പറ. ആരാണ് നിന്റെ അളിയൻ? എന്താ അളിയ ഇത്? എന്തിനെങ്ങനെ ചൂടാവുന്നേ? ചൂടാവൂടാ, ഞാൻ ചൂടാവും. എനിക്ക് കുറച്ച് ദണ്ണമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്താടാ? എന്റെ അളിയെ ഞാനിവിടെ ആകെ മൂട്ടി തീ പിടിച്ച് നിൽക്കുക. ഈ സമയത്ത് അളിയും കൂടി എന്നെങ്ങനെ പീഡിപ്പിച്ച? എന്റെ പെങ്ങളെ നീ പീഡിപ്പിച്ചതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? നീ ഇപ്പൊ പലഹാരം ഉണ്ടാക്കണ്ട, അതുണ്ടാക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. വയറ് കാണൽ ചടങ്ങിന് അവിടെ വെച്ച് ഞാൻ വിളിച്ചു പറയാം, സിന്ധുവിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അച്ഛൻ നീയാണെന്ന്. അയ്യോ, അങ്ങനെ ചെയ്യല്ലേ, ചതിക്കല്ലേ. ചതിക്കും, അമ്മയാണ് തന്നെ ഞാൻ ചതിക്കും. അളിയ, ഞാൻ പറയുന്നേക്ക്. കമ്പനി വിറ്റ അടുത്ത സെക്കൻഡില് അളിയുടെ കാശ് തന്നെ. കമ്പനി വിൽക്കുന്നതും വിൽക്കാതിരിക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടം. ഇനിയിപ്പോ നീ കാശ് എന്നിട്ടും കാര്യമില്ല. പിന്നെ ആ കാശ് എന്റെ പെങ്ങൾക്കും അവൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനും കൊടുത്തേക്ക്. എന്നിട്ട് നാലാളറിയ നീ അവളെ കഴുത്തി താലി കെട്ടി കൊടുക്കുക. അപ്പൊ എന്റെ ഭാര്യ ഇറക്കി വിടണം, അല്ലെങ്കിൽ കൊന്നു വല്ല കായലും താക്കടാ. ദുഷ്ടത്തരം പറയാതടോ. ഓ, ദുഷ്ടത്തരം കാണിക്കാത്തൊരു മോൻ. എന്റെ വായിരിക്കണമെന്നും കേക്കല്ലേ. അളിയൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ അടിക്കടി വിളിച്ച് എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. ഇല്ല, ഇനി ഞാൻ വിളിക്കുന്നില്ല. 10 ദിവസം 10 ദിവസം ഞാൻ കാത്തിരിക്കും. അതിനുള്ളിലേ ഇതിനൊരു നടപടിയായില്ലെങ്കിൽ ഞാൻ നേരെ മാണിക്യമംഗലത്തേക്ക് കയറി വരും. പിന്നെ അവിടെ എന്താ സംഭവിക്കാൻ പോണെന്ന് ഞാൻ പറയണ്ടല്ലോ. അയ്യോ, വേണ്ട. അളിയനൊന്നും പറയണ്ട. 10 ദിവസമല്ലേ? 10 ദിവസത്തിനുള്ളിൽ ഞാൻ ഇതിന് പരിഹാരം ഉണ്ടാക്കാം. ഇല്ലെങ്കിലേ ഞാൻ പരിഹാരം ഉണ്ടാക്കും. നിന്നെ പോലെ വെറുതെ ഭീഷണിപ്പെടുത്തുന്ന കടലാസ് പുലിയൊന്നുമില്ല ഞാൻ. ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. നിനക്കെന്നെ കുറിച്ച് അറിയണമെങ്കിലേ കോതാറ കോളനി വന്ന് വിശദമായി അന്വേഷിച്ചാൽ മതി. അവര് പറഞ്ഞുതരും മഹാമാന്ത്രികൻ സുഗുണൻ ആരാണെന്നോ. ഹലോ, എന്റെ അടുത്താ അവന്റെ കളി. സ്വർഗം. നീ എന്തൊക്കെയാടാ മോനെ കാണിക്കുന്നെ? നിന്റെ കാര്യം ഓർത്തിട്ട് അമ്മയ്ക്കൊരു സമാധാനം ഇല്ലടാ. എനിക്കെന്ത് കുഴപ്പം? നിനക്കൊരു കുഴപ്പമില്ലെന്ന് കാണുന്നവർക്കും കൂടെ തോന്നണ്ടടാ മോനെ. നിന്റെ ഈ ഒറ്റപ്പെടല് കാണുമ്പോ അമ്മയ്ക്ക് സഹിക്കുന്നില്ലടാ. ഞാൻ ഒറ്റപ്പെട്ടെന്ന് അമ്മയോട് ആര് പറഞ്ഞു? നിന്നോട് വാദിച്ച് ജയിക്കാനൊന്നും ഞാനില്ല. നീ നന്നായി കാണണമെന്ന് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക്. അമ്മ പറയുന്നത് തെറ്റാണെങ്കിൽ എന്റെ മോനതങ്ങ് ക്ഷമിച്ചേക്ക്. ഈ സാഹചര്യത്തില് പറയാമോന്ന് അമ്മയ്ക്ക് അറിയില്ല. ശ്രീലത നിനക്കൊരു ജീവിതം തരാന്ന് പറഞ്ഞിട്ടുണ്ടടാ. അമ്മ എന്ത് ഭ്രാന്താ അമ്മ പറയണേ? ഞാൻ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാ. ആ ചിന്തപ്പോ അവൾക്കില്ലല്ലോടാ. അവൾക്കില്ലെന്ന് അമ്മയോട് ആര് പറഞ്ഞു? അമ്മ ചോദിച്ചോ അവളോട്? അങ്ങനെ പറഞ്ഞിട്ടാണോ അവളോട് ഇറങ്ങിപ്പോയത്? എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു? ആതിരക്കുട്ടി ഇപ്പോഴും എന്റെ ഭാര്യ. അമ്മ അത് നിന്റെ മനസ്സിലല്ലേ മോനെ.
വഴിയിൽ എവിടെയോ വെച്ച് ഒരു താലി കെട്ടിന്നല്ലാതെ അമ്മേ ശ്രീലതയെ നീ കെട്ടണോന്നോ അതുടനെ വേണമെന്നൊന്നും അമ്മ പറയുന്നില്ല. നീ ശ്രീലതയെ തന്നെ കെട്ടണോന്ന് അമ്മയ്ക്ക് ഒരു നിർബന്ധമില്ല. പക്ഷേ നിനക്കൊരു ജീവിതം വേണ്ടേ മോനെ? നിനക്കിഷ്ടപ്പെട്ട ഏതൊരു പെണ്ണിനെയും അമ്മയ്ക്കും ഇഷ്ടാടാ. സ്വത്ത് മുതലൊന്നും വേണ്ട, നിനക്ക് യോജിച്ചവളാവണം, നിന്നെ സ്നേഹിക്കുന്നവളാവണം. അമ്മയ്ക്ക് അത്രയുള്ളൂടാ മക്കളെ. അമ്മ എന്താ എനിക്ക് കല്യാണ ആലോചന കൊണ്ട് വന്നതാണോ? ഈ ഒരു അവസ്ഥയില് നിനക്കൊരു മാറ്റം ഉണ്ടാവണമെന്നേ അമ്മ ആഗ്രഹിച്ചുള്ളൂ. എന്റെ അവസ്ഥയ്ക്ക് എന്താ അമ്മ കുഴപ്പം? പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അമ്മ കുഴഞ്ഞു പോവും. നിനക്കൊരു കുഴപ്പമില്ല, അമ്മ സമ്മതിച്ചു. നാളെ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനാ അമ്മ പറയുന്നത്. മതി, പറഞ്ഞതൊക്കെ മതി. ഈ ജന്മ ആദരക്കുട്ടിയെ മറക്കാൻ എനിക്ക് പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നീ മറന്നില്ലെങ്കിലും അവള് നിന്നെ മറന്നാലോ മോനെ? അതിന് നമുക്ക് പറ്റുമോ അമ്മേ? പറ്റാത്തതായിട്ട് എന്താടാ ഉള്ളത്? മനുഷ്യരുടെ കാര്യല്ലേ, അതും അതിനപ്പുറവും പറ്റും. മറവി മനുഷ്യന് ദൈവം അനുഗ്രഹിച്ചു തന്ന വരവാടാ. മരിച്ച വീട്ടില് മാസം ഒന്ന് തികയുന്നതിന് മുമ്പ് സൽക്കാരം നടത്തി മനുഷ്യൻ ആഘോഷിക്കുന്നില്ലേ? കണ്ണീര് മറന്ന് പൊട്ടിച്ചിരിക്കുന്നില്ലേ? അത്രയുള്ളൂ ഓരോ സ്നേഹത്തിന്റെയും ആയുസ്. നീ ഒരു പാവ. സ്വപ്നലോകത്തിരുന്ന് ഇങ്ങനെ കുത്തിക്കുറിക്കാനും ചുരുട്ടിയെറിയാനും മാത്രമേ നിനക്കറിയൂ. അതല്ലടാ മോനെ ജീവിതം. നഷ്ടസ്വർഗത്തിൽ നിന്ന് പൊരുതി ജയിക്കുമ്പോഴാ നീയാവുന്നത്. ഞാനാവാൻ എന്റെ ആദരക്കുട്ടി ഉപേക്ഷിക്കണോ അമ്മേ? ഉപേക്ഷിക്കാം, ഞാനായിട്ടല്ല. അവൾ എന്നെ ഉപേക്ഷിച്ചാൽ ആ നിമിഷം. പക്ഷേ അവളെന്നെ ഉപേക്ഷിക്കണം, തള്ളി പറയണം. അതുവരെ ഞാനവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഞാനവളെ കാണാൻ തീരുമാനിച്ചു. മോനെ, തല്ലുകയോ കൊല്ലുകയോ എന്തെന്ന് ചെയ്യട്ടെ അവര്. അതാണ് എന്റെ വിധിയെന്ന് ഞാൻ ആശ്വസിച്ചോളാം. പക്ഷേ എനിക്കവളെ കാണാതിരിക്കും പറ്റില്ല അമ്മേ. അവള് നിന്നെ വേണ്ടാന്ന് പറഞ്ഞ നീ ശ്രീലതയെ സ്വീകരിക്കോ? ആദ്യം അവളുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ. അവൾക്കെന്നെ വേണ്ടാന്ന് അവള് പറയട്ടെ.